ഇതുപോലത്തെ ഒരു അനിയൻ എവിടെ കിട്ടുമെന്നുള്ളതാണ്. അത് മറ്റാർക്കും എന്റെ എല്ലാ വിജയങ്ങളുടെ പിന്നിലും അനിയൻ ഒറ്റ ഒരാളാണ് അതിന്റെ യഥാർത്ഥ അവകാശി. ഇവിടം വരെ എത്തിപ്പിച്ച ഫുൾ ക്രെഡിറ്റും അവനുള്ളതാണ്. രണ്ടു മക്കളെ ദൈവം തന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. പുണ്യം ചെയ്യണം ഇങ്ങനൊരു അനിയനെ കിട്ടാൻ. കൂടപ്പുറത്ത് മാത്രമല്ല, ചങ്കും കരളും എല്ലാമാണ്. എന്റെ പഠിത്തം പോന്നെങ്കിൽ പോട്ടെ, എന്റെ ചേട്ടനെ ഞാൻ പഠിപ്പിച്ച ആ ഒരു നില എത്തിക്കുമെന്ന് എന്റെ മനസ്സിൽ ഞാനൊന്ന് ചെയ്ത ഇതാണ്. ചെയ്യാത്ത ജോലികളില്ല. ഈ ജോലിയെല്ലാം ചെയ്താണ് ഈ പൊന്നു ചേട്ടനെ പഠിപ്പിച്ച് മിടുക്കനായത്. അവൻ പഠിച്ചെഴുതിയാലും ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതിന്റെ കൂട്ട. അവൻ കഷ്ടപ്പെട്ടു, ആ പേര് എനിക്ക് കിട്ടി. ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. ഓൾറെഡി കോളേജ് പ്രൊഫസർ ആയിരിക്കാണ്. അപ്പൊ എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ അതിനോടൊപ്പം ഡോക്ടറേറ്റ് നേടാം. ഇത്രയും വലിയ അവസരങ്ങളാണ് എന്റെ അനിയൻ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് തന്നിരിക്കുന്നത്. അയാളുടെ ജീവിതമല്ല അയാൾ നോക്കിയത്, അയാളുടെ ജ്യേഷ്ഠന്റെ ജീവിതമാണ് അയാൾ നോക്കിയത്. ഞാൻ എന്റെ 17-ാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയത്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്റെ ചേട്ടൻ ഇങ്ങനെ പഠിച്ച് നല്ലൊരു നില എത്തുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചേട്ടൻ ഏറ്റെടുക്കേണ്ട ഭാരങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെല്ലാം ഞാൻ ഏറ്റെടുത്തതിന്റെ. പുണ്യം ചെയ്യണം ഇങ്ങനൊരു അനിയനെ കിട്ടാൻ. ഇത് അഫ്സാരിസ്, ഇത് സഫ്രാരിസ്. കഷ്ടപ്പെട്ട് പണിക്ക് പോയി ജ്യേഷ്ഠനെ പഠിപ്പിച്ച ഒരു അനിയന്റെ കഥയാണ്. ഇന്ത്യയിൽ 90 പേരിൽ ഒരാളായിട്ടാണ് കൊമേഴ്സിലെ JRF എന്ന് പറഞ്ഞ പരീക്ഷ പാസ്സായിരിക്കുന്നത്. കേരളത്തിലെ ഏക വ്യക്തിയാണ്. ഇദ്ദേഹന്റെ അനിയനാണ്. പക്ഷെ എല്ലാരും പറയുന്ന കണ്ട അവനാണ് ചേട്ടൻ എന്ന് തോന്നും. യാഥാർത്ഥ്യം അതല്ല.